ശ്രീമതി OS അംബിക. സാർ, ദൈവത്തിൻ്റെ സ്വന്തം നാടിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം പതിറ്റാണ്ടുകൾ പദ്ധതി കടലാസിൽ മാത്രം ഒതുങ്ങിയ പദ്ധതിക്ക് പുതുജീവൻ നൽകി വെക്കുകയും യാഥാർത്ഥ്യമാക്കിയത് സർക്കാർ LDF സർക്കാരാണ് കഴിഞ്ഞ കാലങ്ങളിൽ. എന്തേ പോട്ടെ, ചോദ്യത്തിലല്ലേ. ചോദ്യം ചോദിച്ചോളൂ, വേഗം ചോദ്യം ചോദിച്ചോളൂ. സാർ, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പുലിമുട്ടിൽ ഫ്ലോട്ടറുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദനത്തിന് തിരമാലകളിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനത്തിന് പദ്ധതിയുണ്ടോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ക്ലിയർ ആയില്ലേ? അവസാനത്തെ വൈദ്യുതി ഉൽപ്പാദനത്തിന് പദ്ധതിയുണ്ടോ തിരമാലകളിൽ നിന്നുള്ള? സാർ, തീർച്ചയായിട്ടും ഒരു പോർട്ട് വരുമ്പോൾ നമ്മൾ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ആലോചിക്കേണ്ടത്. പോർട്ടിൽ ഹാർബറിൽ നടക്കുന്ന ആക്ടിവിറ്റിക്ക് അപ്പുറം ഔട്ട് ഓഫ് ഹാർബർ ആക്ടിവിറ്റിക്കാണ് ഈ സർക്കാർ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. കാരണം സർക്കാരിന് വരുമാനമുണ്ടാകാനും സാമ്പത്തിക നടപടികൾ, എക്കണോമിക് ആക്ടിവിറ്റി കൂടുതൽ ഉണ്ടാകേണ്ടതും പോർട്ടിന് പുറത്താണ്. അപ്പോൾ പോർട്ടുമായി ബന്ധപ്പെട്ട കണക്ടിവിറ്റികൾ, ഇപ്പോൾ റെയിൽ കണക്ടിവിറ്റി തീർക്കാമെന്നാണ് പറഞ്ഞിരുന്നത്, പക്ഷേ ഒന്നും ആയില്ല 10 വർഷത്തിനിടയിൽ. റോഡ് കണക്ടിവിറ്റി തീർക്കാമെന്നാണ് പറഞ്ഞിരുന്നത്, സാർ ഒന്നും ആയില്ല. അത് സംസ്ഥാന സർക്കാരിൻ്റെ ബാധ്യതയായിരുന്നു, റോഡ് കണക്ടിവിറ്റിയും റെയിൽ കണക്ടിവിറ്റിയും. അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. വൈദ്യുതി ഉൽപ്പാദനത്തിനുള്ള കൂടുതൽ സാധ്യതകൾ തേടണം. കാരണം കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട സബ്സിഡിയറി ഇൻഡസ്ട്രീസ്, ഇതുമായി ബന്ധപ്പെട്ട് പോർട്ട് റിലേറ്റഡ് ഇൻഡസ്ട്രീസ് ഉണ്ടാകണം, അതിൽ നിക്ഷേപം ഉണ്ടാകണം എന്നെല്ലാം ഗവൺമെൻറ് ആഗ്രഹിക്കുന്നു. സർ, അതിനാവശ്യമായ വൈദ്യുതി കണക്കാക്കി വൈദ്യുതി ഉൽപ്പാദനം അത് റിന്യൂവബിൾ എനർജി ആണോ മറ്റേതെങ്കിലും തരത്തിലുള്ള വൈദ്യുതിയാണോ എന്ന് ആലോചിച്ച് തീർച്ചയായും അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ചെലവഴിച്ച തുക വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിനത്തിലെ 817.8 കോടി രൂപ തിരിച്ചടക്കണമെന്നാണ് കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം. വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഈ നിബന്ധന. ഇതിൽ ഇളവ് നൽകണമെന്ന ആവശ്യം സംസ്ഥാനം അറിയിച്ചിരുന്നു. നിലവിലെ അവസ്ഥ വിശദീകരിക്കാം. സർ, ഇത് നേരത്തെ തന്നെ തിരിച്ചടയ്ക്കണമെന്ന് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെട്ടത്. അത് ഇതുവരെ തിരിച്ചടച്ചിട്ടില്ല. കാരണം അത് കേന്ദ്രം തരേണ്ട ഫണ്ടാണ് എന്നുള്ള നിലപാടാണ് കഴിഞ്ഞ സർക്കാരും സ്വീകരിച്ചിട്ടുള്ളത്. ഈ സർക്കാരിൻ്റെയും നിലപാട് അത് തന്നെയാണ്. അതിൽ നിന്ന് വേറെ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല.